നമസ്കാരം. ജ്യോതിർവാണിയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഓഗസ്റ്റ് 18. ഇന്ന് ഒരു കാര്യം ആദ്യം തന്നെ പറയാം. എല്ലാ നക്ഷത്രക്കാർക്കും ഒരേ രീതിയിലുള്ള ദിവസമല്ല. ചില നക്ഷത്രക്കാർക്ക് രാവിലെ മുതൽ തന്നെ ഒരു ചെറിയ അസ്വസ്ഥതയോ ആശയക്കുഴപ്പമോ ഇന്ന് ഉണ്ടാകാം. പക്ഷേ അതേ ദിവസം തന്നെ മുടങ്ങിക്കിടന്ന ഒരു കാര്യത്തിൽ പ്രതീക്ഷിക്കാത്തൊരു നീക്കം ഉണ്ടാകാനും ഇന്ന് സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് സാമ്പത്തികമായ കാര്യത്തിൽ കാത്തിരിക്കുന്നവർ ശ്രദ്ധിക്കണം. എപ്പോൾ കിട്ടും എന്ന് നിങ്ങൾ കുറച്ച് ദിവസമായി ചിന്തിക്കുന്ന ഒരു കാര്യം ഇന്ന് വീണ്ടും സംസാര വിഷയമാകുന്ന നക്ഷത്രങ്ങൾ ഉണ്ട്. അതേസമയം 2-3 നക്ഷത്രക്കാർ ഇന്ന് ഒരു കാര്യം ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കണം. മറ്റൊരാൾ പറയുന്നത് കേട്ട് പെട്ടെന്ന് തീരുമാനമെടുത്താൽ പിന്നീട് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതായി വരും. അപ്പോൾ നിങ്ങളുടെ നക്ഷത്രം ഏതാണെന്ന് നോക്കാം. ആദ്യം അശ്വതി നക്ഷത്രം. അശ്വതി നക്ഷത്രക്കാരോട് പറയാനുള്ളത്, ഇന്ന് മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചിന്തിക്കരുത്. നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ പലതുണ്ടാകും. അതിൽ സാമ്പത്തികമായി പ്രധാനപ്പെട്ട ഒരു കാര്യം ആദ്യം തീർക്കുക. കുറച്ച് ദിവസമായി പ്രതീക്ഷിക്കുന്ന പണം അല്ലെങ്കിൽ ഒരു സാമ്പത്തിക സഹായം സംബന്ധിച്ച് ഇന്ന് ഒരു വിവരം ലഭിക്കാൻ നിങ്ങൾക്ക് സാധ്യത ഉണ്ട്. പണം കയ്യിൽ എത്തുന്നതിന് മുമ്പ് തന്നെ വലിയ ചെലവിലേക്ക് പോകരുത്. ജോലിയിൽ ഒരു വ്യക്തിയുടെ സഹായം ഇന്ന് നിങ്ങൾക്ക് ലഭിക്കും. ഇന്ന് വൈകുന്നേരത്തോടെ രാവിലെ ഉണ്ടായിരുന്ന ടെൻഷൻ കുറയുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് കാണുന്നുണ്ട്. അടുത്തത് ഭരണി നക്ഷത്രം. ഭരണി നക്ഷത്രക്കാർക്ക് ഇന്ന് കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. വീട്ടിൽ ആരെയെങ്കിലും പറയുന്ന ഒരു കാര്യം ആദ്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. പക്ഷേ അതിൻ്റെ പിന്നിലെ ഉദ്ദേശം മനസ്സിലാക്കിയാൽ കാര്യങ്ങൾ മാറും. സാമ്പത്തികമായി നോക്കുമ്പോൾ വരുമാനമുണ്ടെങ്കിലും ചെലവുകൾ കൂടാൻ ഇന്ന് സാധ്യത കാണുന്നു. പ്രത്യേകിച്ച് ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങാൻ ഇന്ന് മനസ്സ് പോകും. കഴിയുമെങ്കിൽ അത് നിയന്ത്രിക്കുക. ബന്ധങ്ങളിൽ ചെറിയൊരു അകലം തോന്നുന്നവർ ഉണ്ടെങ്കിൽ ഇന്ന് സംസാരിച്ചു തീർക്കാൻ നല്ല ദിവസമാണ്. അടുത്തത് കാർത്തിക നക്ഷത്രം. കാർത്തിക നക്ഷത്രക്കാർക്ക് ഇന്ന് ജോലിയിലാണ് പ്രധാനപ്പെട്ട മാറ്റം കാണുന്നത്. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിന് മറ്റുള്ളവരുടെ ശ്രദ്ധ ഇന്ന് ലഭിക്കും. ജോലി അന്വേഷിക്കുന്നവർക്ക് ഒരു ഫോൺ കോൾ അല്ലെങ്കിൽ സന്ദേശം ഇന്ന് പ്രതീക്ഷിക്കാം. അതിന് ചെറുതായി കാണരുത്. സാമ്പത്തികമായി ഒരു ചെറിയ നേട്ടം ഇന്ന് കൈവരാം. പക്ഷേ ഇവിടെ ഒരു മുന്നറിയിപ്പ് ഉണ്ട്. വലിയ ലാഭം കിട്ടുമെന്ന് പറഞ്ഞ് ആരെങ്കിലും നിങ്ങളെ സമീപിച്ചാൽ ഉടൻ വിശ്വസിക്കരുത്. രേഖകൾ നോക്കി മാത്രം തീരുമാനമെടുക്കുക. അടുത്തത് രോഹിണി നക്ഷത്രം. രോഹിണി നക്ഷത്രക്കാർക്ക് ഇന്ന് ഒരു പഴയ കാര്യം വീണ്ടും നിങ്ങളുടെ മുന്നിലെത്തും. അത് കുടുംബവുമായി ബന്ധപ്പെട്ടതാകാം, പണവുമായി ബന്ധപ്പെട്ടതാകാം. നിങ്ങൾ കുറച്ച് നാൾ മുമ്പ് മാറ്റിവെച്ച ഒരു തീരുമാനത്തെക്കുറിച്ച് വീണ്ടും ഇന്ന് ചിന്തിക്കേണ്ടതായി വരും. സാമ്പത്തികമായി ചെറിയൊരു ആശ്വാസം ഇന്ന് കാണുന്നുണ്ട്. വീട്ടിലെ മുതിർന്ന ഒരാളുടെ വാക്ക് ഇന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. അവർ പറയുന്ന ഒരു നിർദ്ദേശം പിന്നീട് നിങ്ങൾക്ക് ഉപകാരപ്പെടും. അടുത്തത് മകയിര നക്ഷത്രം. മകയിര നക്ഷത്രക്കാർക്ക് ഇന്ന് മനസ്സിൽ പുതിയൊരു ചിന്ത വരും. ഇങ്ങനെ ചെയ്താൽ എങ്ങനെയായിരിക്കും എന്നൊരു ആശയം ഉണ്ടാകും. അത് ജോലി സംബന്ധമായിരിക്കാം, ബിസിനസ് സംബന്ധമായിരിക്കാം, അല്ലെങ്കിൽ ഒരു പുതിയ വരുമാന മാർഗത്തെക്കുറിച്ചായിരിക്കാം. ഇത് ഉടൻ നടപ്പാക്കേണ്ടതില്ല. പക്ഷേ ആ ആശയം നിങ്ങൾ ഉപേക്ഷിക്കാതിരിക്കുക. പണത്തിൻ്റെ കാര്യത്തിൽ ചെറിയ ഒരു നിയന്ത്രണം നിങ്ങൾക്ക് ഇന്ന് വേണം. അടുത്തത് തിരുവാതിര നക്ഷത്രം. തിരുവാതിര നക്ഷത്രക്കാർക്ക് ഇന്ന് ക്ഷമ പരീക്ഷിക്കപ്പെടുന്ന ഒരു ദിവസമാണ്. നിങ്ങൾ കാത്തിരുന്ന മറുപടി ഉടൻ കിട്ടിയില്ലെന്ന് കരുതി വിഷമിക്കരുത്. കാരണം ഈ താമസം തന്നെയാണ് പിന്നീട് നിങ്ങൾക്ക് ഗുണകരമാകാൻ സാധ്യത. ജോലിയിൽ ഒരു വ്യക്തിയുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. വാക്ക് കുറച്ച് കാര്യത്തിലേക്ക് ശ്രദ്ധ കൊടുക്കുക. രാത്രി മനസ്സിന് ആശ്വാസം ലഭിക്കും. അടുത്തത് പുണർദം നക്ഷത്രം. പുണർദം നക്ഷത്രക്കാർക്ക് ഇന്ന് പ്രതീക്ഷ നൽകുന്ന ദിവസമാണ്. കുറച്ച് ദിവസമായി ഇത് നടക്കുമോ എന്ന് നിങ്ങൾ സംശയിച്ചിരുന്ന ഒരു കാര്യത്തിൽ ചെറിയൊരു സൂചന ഇന്ന് ലഭിക്കും. സാമ്പത്തികമായി കാത്തിരുന്ന പണത്തിൻ്റെ കാര്യത്തിൽ ഇന്ന് വാർത്ത ലഭിക്കാം. കുടുംബത്തിൽ സന്തോഷം നൽകുന്ന ഒരു സംഭാഷണവും ഇന്ന് കാണുന്നു. പ്രാർത്ഥനയോടെ ദിവസം തുടങ്ങുന്നതാണ് ഇന്ന് നിങ്ങൾക്ക് നല്ലത്.
പൂയം നക്ഷത്രം. പൂയം നക്ഷത്രക്കാർക്ക് ഇന്ന് മറ്റൊരാളുടെ സഹായം വളരെ പ്രധാനപ്പെട്ടതായി മാറും. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കാര്യത്തിൽ സഹായം ചോദിക്കാൻ മടിക്കേണ്ട. ജോലിയിൽ നിങ്ങളുടെ കഴിവ് ശ്രദ്ധിക്കപ്പെടും. പണത്തിൻ്റെ കാര്യത്തിൽ ചെറിയൊരു നേട്ടം ഇന്നുണ്ടാകാം. പക്ഷേ കിട്ടുന്ന പണം ഉടൻ മറ്റൊരാൾക്ക് കടം കൊടുക്കുന്നതിൽ ശ്രദ്ധിക്കുക. ആയില്യം നക്ഷത്രം. ആയില്യം നക്ഷത്രക്കാർക്ക് ഇന്ന് വാക്കിലാണ് ശ്രദ്ധ വേണ്ടത്. നിങ്ങൾ സാധാരണയായി പറയുന്ന ഒരു കാര്യം പോലും ഇന്ന് മറ്റൊരാൾ തെറ്റായി മനസ്സിലാക്കാം. അതുകൊണ്ട് തർക്കത്തിലേക്ക് പോകാതിരിക്കുക. സാമ്പത്തിക ഇടപാടുകളിൽ രേഖകൾ സൂക്ഷിക്കുക. വീട്ടിൽ ഒരു വിഷമമുണ്ടെങ്കിൽ അതിന് പരിഹാരത്തിലേക്കുള്ള വഴി ഇന്ന് തുറക്കപ്പെടും. അടുത്തത് മകം നക്ഷത്രം. മകം നക്ഷത്രക്കാർക്ക് ഇന്ന് ആത്മവിശ്വാസം കൂടും. നിങ്ങൾ കുറച്ച് കാണിച്ചിരുന്ന ഒരാൾ തന്നെ നിങ്ങളുടെ കഴിവ് അംഗീകരിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. ജോലിയിൽ ഒരു ഉത്തരവാദിത്വം ലഭിക്കും. ആദ്യം അത് ബുദ്ധിമുട്ടായി തോന്നിയാലും ഇത് നിങ്ങളുടെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് വളരെ നല്ലതാണ്. സാമ്പത്തികമായി അനാവശ്യ റിസ്ക് ഒഴിവാക്കുക. അടുത്തത് പൂരം നക്ഷത്രം. പൂരം നക്ഷത്രക്കാർക്ക് ഇന്ന് ബന്ധങ്ങളുടെ കാര്യത്തിൽ ഒരു പ്രധാനപ്പെട്ട ദിവസമാണ്. ഒരു പഴയ സുഹൃത്ത് വീണ്ടും നിങ്ങളെ ബന്ധപ്പെടാം. വിവാഹം നോക്കുന്നവർക്ക് കുടുംബത്തിൽ ഒരു ചർച്ച നടക്കാം. സാമ്പത്തികമായി ചെലവ് കൂടും. അതുകൊണ്ട് ഇന്ന് കയ്യിൽ പണം ഉണ്ടെന്ന് കരുതി അധികം ചെലവാക്കരുത്. അടുത്തത് ഉത്രം നക്ഷത്രം. ഉത്രം നക്ഷത്രക്കാർക്ക് ഇന്ന് തീരുമാനം എടുക്കേണ്ടി വരാം. നാളുകളായി മാറ്റിവെച്ചിരുന്ന ഒരു കാര്യത്തിൽ ഇനി ഇതോ എന്ന നിലപാട് അവസാനിപ്പിക്കണം. ജോലിയിൽ മുന്നേറ്റമുണ്ട്. സാമ്പത്തികമായി പതുക്കെ മെച്ചപ്പെടുന്ന സാഹചര്യം ഇന്ന് കാണുന്നു. ഇന്ന് എടുത്ത ശരിയായ തീരുമാനം അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഗുണം ചെയ്യും. അടുത്തത് അത്തം നക്ഷത്രം. അത്തം നക്ഷത്രക്കാർക്ക് ഇന്ന് കാര്യങ്ങൾ സ്വന്തം നിയന്ത്രണത്തിലാക്കാൻ സാധിക്കും. വീട്ടിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ അഭിപ്രായത്തിന് പ്രാധാന്യം ലഭിക്കും. ജോലിയിൽ ചെറിയൊരു അംഗീകാരം ലഭിക്കാം. പണം സംബന്ധിച്ച് ഒരു പഴയ ഇടപാട് തീർക്കാൻ ഇന്ന് ശ്രമിക്കുക. ഇന്ന് തുടങ്ങുന്ന ഒരു കാര്യത്തിന് നല്ല തുടക്കം ലഭിക്കും. അടുത്തത് ചിത്തിര നക്ഷത്രം. ചിത്തിര നക്ഷത്രക്കാർ ശ്രദ്ധിക്കുക. ഇന്ന് പെട്ടെന്ന് വരുന്ന ഒരു വാർത്ത നിങ്ങളെ അല്പം അമ്പരപ്പിച്ചേക്കാം. പക്ഷേ അത് മോശം വാർത്തയായിരിക്കണമെന്നില്ല. ആ വാർത്തയുടെ മുഴുവൻ വിവരവും മനസ്സിലാക്കിയ ശേഷം മാത്രം പ്രതികരിക്കുക. സാമ്പത്തിക കാര്യങ്ങളിൽ പെട്ടെന്നുള്ള തീരുമാനങ്ങൾ ഇന്ന് ഒഴിവാക്കുക. അടുത്തത് ചോദ്യ നക്ഷത്രം. ചോദ്യ നക്ഷത്രക്കാർക്ക് ഇന്ന് ആശ്വാസം കിട്ടുന്ന ദിവസമാണ്. നാളുകളായി നിങ്ങൾ അലട്ടിയിരുന്ന ഒരു വിഷയം മറ്റൊരാളുടെ സഹായത്തോടെ കുറയാം. ജോലിയിൽ നല്ലൊരു ബന്ധം ഇന്ന് ഉണ്ടാകും. ബിസിനസ്സുകാർക്ക് പഴയൊരു ബന്ധത്തിൽ നിന്ന് ഇന്ന് ഗുണം ലഭിക്കും. നിങ്ങൾ ഉപേക്ഷിച്ചു എന്ന് കരുതിയ ഒരു അവസരം വീണ്ടും നിങ്ങളുടെ മുന്നിലെത്താം. അടുത്തത് വിശാഖം നക്ഷത്രം. വിശാഖം നക്ഷത്രക്കാർക്ക് ഇന്ന് മത്സരബോധം കൂടും. മറ്റൊരാൾക്ക് കിട്ടുന്ന അവസരം കണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങളുടെ സമയം വരാറായിട്ടുണ്ട്. ജോലിയിൽ പരിശ്രമം തുടരുക. സാമ്പത്തികമായി പെട്ടെന്ന് വലിയ ലാഭം പ്രതീക്ഷിക്കാതെ സ്ഥിരതയ്ക്ക് പ്രാധാന്യം നൽകുക. അടുത്തത് അനിഴം നക്ഷത്രം. അനിഴം നക്ഷത്രക്കാർക്ക് ബന്ധങ്ങളിൽ വ്യക്തത വേണം. നിങ്ങളോട് ഒരാൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകാത്ത സാഹചര്യമുണ്ടെങ്കിൽ നേരിട്ട് സംസാരിക്കുക. ജോലിയിൽ സഹായം ലഭിക്കും. സാമ്പത്തികമായി മറ്റൊരാൾക്ക് വേണ്ടി ബാധ്യത ഏറ്റെടുക്കുന്നതിൽ ഇന്ന് സൂക്ഷിക്കുക. അടുത്തത് തൃക്കേട്ട നക്ഷത്രം. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഇന്ന് ഒരു പഴയ തീരുമാനത്തെക്കുറിച്ച് വീണ്ടും ചിന്തിക്കേണ്ടതായി വരും. നിങ്ങൾ തെറ്റായി എടുത്ത തീരുമാനമല്ല അത്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചെറിയൊരു മാറ്റം വരുത്തേണ്ടി വരും. പണത്തിൻ്റെ കാര്യത്തിൽ ചെറിയൊരു ആശ്വാസം നിങ്ങൾക്കുണ്ടാകും. വീട്ടിൽ നിങ്ങളുടെ അഭിപ്രായം അംഗീകരിക്കപ്പെടും. അടുത്തത് മൂലം നക്ഷത്രം. മൂലം നക്ഷത്രക്കാർക്ക് ഇന്ന് പുതിയ തുടക്കത്തിൻ്റെ സൂചനയാണ്. ജോലി മാറ്റം ആലോചിക്കുന്നവർക്ക് ഒരു വിവരം ഇന്ന് ലഭിക്കാം. ബിസിനസ്സുകാർക്ക് പുതിയൊരു ബന്ധം ഇന്നുണ്ടാകും. പക്ഷേ പണം മുടക്കുന്നതിന് മുമ്പ് 2 തവണ നിങ്ങൾ ആലോചിക്കുക. ഇന്ന് കിട്ടുന്ന ആശയം നാളെയോ ഒരു വരുമാന മാർഗമായി മാറാനുള്ള സാധ്യതയുണ്ട്. അടുത്തത് പൂരാട നക്ഷത്രം. പൂരാട നക്ഷത്രക്കാർക്ക് ഇന്ന് ആത്മവിശ്വാസം നിറഞ്ഞ ഒരു ദിവസമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യാനുള്ള അവസരം ഇന്ന് ലഭിക്കും. കുടുംബത്തിൽ ഒരാളുടെ പിന്തുണ ഇന്ന് ലഭിക്കും. പണത്തിൻ്റെ കാര്യത്തിൽ ചെലവ് നിയന്ത്രിച്ചാൽ ദിവസം നല്ല രീതിയിൽ പോകും.
അടുത്തത് ഉത്രാട നക്ഷത്രം. ഉത്രാട നക്ഷത്രക്കാർക്ക് ഇന്ന് ചെയ്ത പരിശ്രമത്തിന് ഫലം കാണാൻ തുടങ്ങും. ജോലിയിൽ നിങ്ങൾ ചെയ്ത ഒരു കാര്യത്തെക്കുറിച്ച് ഇന്ന് പ്രശംസ ലഭിക്കാം. കുടിശ്ശികയുള്ള പണത്തിൻ്റെ കാര്യത്തിൽ ഒരു നീക്കം ഇന്ന് ഉണ്ടാകാം. പക്ഷേ ഒരു രേഖയിലും വായിക്കാതെ ഇന്ന് ഒപ്പിടരുത്. അടുത്തത് തിരുവോണം നക്ഷത്രം. തിരുവോണം നക്ഷത്രക്കാർക്ക് കുടുംബ സന്തോഷമാണ് ഇന്ന് പ്രധാനപ്പെട്ടത്. വീട്ടിലെ ഒരു കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടാകും. സാമ്പത്തികമായി ചെലവുകൾ നിയന്ത്രിക്കാൻ സാധിക്കും. ജോലിയിൽ ചെറിയൊരു സമ്മർദ്ദമുണ്ടെങ്കിലും അത് കൈകാര്യം ചെയ്യാൻ നിങ്ങൾ ഇന്ന് സാധിക്കും. അടുത്തത് അവിട്ട നക്ഷത്രം. അവിട്ട നക്ഷത്രക്കാർക്ക് ഇന്ന് പുതിയ പരിചയങ്ങൾ ഗുണം ചെയ്യുന്ന ദിവസമാണ്. ജോലി, ബിസിനസ്, ഓൺലൈൻ മേഖല എന്നിവയിലൂടെ ഉള്ളവർക്ക് പ്രത്യേകമായി ശ്രദ്ധിക്കുക. ഒരു പുതിയ വ്യക്തിയുമായി സംസാരിക്കുന്നത് പിന്നീട് ഒരു അവസരത്തിലേക്ക് നിങ്ങളെ നയിക്കാം. പണത്തിൻ്റെ കാര്യത്തിൽ ഇന്ന് റിസ്ക് എടുക്കരുത്. അടുത്തത് ചതയം നക്ഷത്രം. ചതയം നക്ഷത്രക്കാർക്ക് ഇന്ന് അപ്രതീക്ഷിതമായൊരു വിവരം ലഭിക്കും. ആദ്യം അത് നിങ്ങൾ ആശയക്കുഴപ്പത്തിലാക്കാം. പക്ഷേ പൂർണ്ണമായി മനസ്സിലാക്കിയ ശേഷം നോക്കുമ്പോൾ അതിൽ നിങ്ങൾക്ക് ഒരു അവസരം കാണാം. ജോലിയിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഇന്ന് പ്രതീക്ഷയ്ക്ക് നല്ല ദിവസമാണ്. അടുത്തത് പൂരോരുട്ടാതി നക്ഷത്രം. പൂരോരുട്ടാതി നക്ഷത്രക്കാർക്ക് ഇന്ന് മനസ്സിലെ ഭാരം കുറയും. നിങ്ങൾ കാത്തിരുന്ന ഒരു മറുപടി ഇന്ന് നിങ്ങൾക്ക് ലഭിക്കാം. സാമ്പത്തികമായി ചെറിയൊരു ആശ്വാസം ഇന്നുണ്ടാകും. ബന്ധങ്ങളിൽ പഴയൊരു പിണക്കം തീർക്കാൻ ഇന്ന് വളരെ നല്ല ദിവസമാണ്. അടുത്തത് ഉത്രട്ടാതി നക്ഷത്രം. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഇന്ന് ക്ഷമയുടെ ഫലം കിട്ടും. വൈകി വന്ന കാര്യം നടക്കാനുള്ള സാഹചര്യം കാണുന്നു. ജോലിയിൽ സ്ഥിരത ഉണ്ടാകും. പണത്തിൻ്റെ കാര്യത്തിൽ ചെലവുകൾ നിയന്ത്രിച്ചാൽ വരും ദിവസങ്ങൾ കൂടുതൽ എളുപ്പമാകും. അടുത്തത് രേവതി നക്ഷത്രം. രേവതി നക്ഷത്രക്കാർക്ക് ഇന്ന് ഭാഗ്യം ചെറിയൊരു വഴിയിലൂടെ വരാം. ഒരു ഫോൺ കോൾ, ഒരു സന്ദേശം അല്ലെങ്കിൽ ഒരാളുടെ സഹായം, ഇവയിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നിങ്ങൾക്ക് ലഭിക്കാം. സാമ്പത്തികമായി ചെറിയൊരു ആശ്വാസം ഇന്നുണ്ടാകും. യാത്രയോ പുതിയൊരു പദ്ധതിയോ സംബന്ധിച്ച് നല്ല ചിന്തയും ഇന്ന് മനസ്സിൽ വരാം. അപ്പോൾ ഇതാണ് ഓഗസ്റ്റ് 18 നിങ്ങളുടെ നക്ഷത്രഫലം. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, ജ്യോതിഷം സാധ്യതകളാണ് പറയുന്നത്. അതിനെ ശരിയായ രീതിയിൽ ഉപയോഗിക്കേണ്ടത് നമ്മുടെ വിവേകമാണ്. ഇന്ന് നിങ്ങൾക്ക് നല്ലൊരു അവസരം വന്നാൽ തിരിച്ചറിയുക. തടസ്സം വന്നാൽ അതിനെ തന്നെ നിൽക്കാതെ മുന്നോട്ട് പോവുക. നിങ്ങളുടെ നക്ഷത്രം കമൻറ്റിൽ എഴുതൂ. ഓഗസ്റ്റ് 18 ഫലം നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു എന്ന് വീണ്ടും നോക്കാം. അടുത്ത വീഡിയോയിൽ ഓഗസ്റ്റ് 19 സാമ്പത്തികമായി നേട്ടം പ്രതീക്ഷിക്കാവുന്ന നക്ഷത്രങ്ങളും പ്രത്യേകം സൂക്ഷിക്കേണ്ട നക്ഷത്രങ്ങളും നോക്കാം. ജ്യോതിർവാണിയോടൊപ്പം തുടരൂ. നിങ്ങളുടെ നക്ഷത്രത്തിന് നല്ല സമയം വരട്ടെ. നന്ദി, നമസ്കാരം.